ദി മെറ്റഫർ ബൈ ഐ എ റിച്ചാർഡ്സ്. ഐവർ ആംസ്ട്രോങ് റിച്ചാർഡ്സ് എന്ന് പറഞ്ഞ ആൾ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റർ, ലിറ്റററി ക്രിട്ടിക്, റെട്ടറീഷ്യനൊക്കെയാണ്. ഈ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടറാണ് റിച്ചാർഡ്സ്. അതുപോലെ ആളുടെ 3 ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബുക്സാണ് ദ മീനിങ് ഓഫ് മീനിങ്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, പിന്നെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഈ അവസാനത്തെ രണ്ടാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, രണ്ടും ഒരുമിച്ചുള്ള 2 ബുക്സാണ് ആളുടെ ക്രിട്ടിക്കൽ മെത്തേഡിനെ കുറിച്ച് പറയണത്. പിന്നെ ഇതിൽ ഈ മെറ്റഫറിനുള്ളിൽ ആൾ പറയുന്നത് റിച്ചാർഡ്സിനെ സംബന്ധിച്ച് വർക്ക് ഓഫ് ആർട്ട് അല്ലെങ്കിൽ പോയം എന്ന് പറയുന്നത് ഒരു മൈൻഡിൽ നിന്ന് മറ്റൊരു മൈൻഡിലേക്ക് ഇമോഷണൽ ആയിട്ടുള്ള എന്തോ ഒരു എക്സ്പീരിയൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു കാര്യം, ഒരു മീഡിയമാണ് വർക്ക് ഓഫ് ആർട്ട് അല്ലെങ്കിൽ പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ എസ്സേ തുടങ്ങുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടാണ്. അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് മെറ്റഫർ എംപ്ലോയ് ചെയ്യാനുള്ളൊരു കഴിവ്, അതാണ് ഗ്രേറ്റസ്റ്റ് തിങ്. അതുപോലെ ഗുഡ് മെറ്റഫേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ റിസംബ്ലൻസസ്, ഒരു കാര്യം മറ്റൊരു കാര്യം തമ്മിൽ എന്തെങ്കിലും റിസംബ്ലൻസ് ഉണ്ട് എന്ന് തോന്നാനുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ഒരു ഐ ഓഫ് റിസംബ്ലൻസ്, EYE ഓഫ് റിസംബ്ലൻസസ് വേണം എന്നൊക്കെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ്സ് പറയണതെന്ന് വെച്ചാൽ ഈ മെറ്റഫർ എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഒരു ആ തിയറിയുടെ അഡ്വാൻസ്മെൻറ്റിനും അതിൻ്റെ സ്റ്റഡീനെയും പ്രിവെൻറ്റ് ചെയ്യണ 3 അസംഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഈ an eye for resemblances എന്നുള്ള അരിസ്റ്റോട്ടിലെ കൺസെപ്റ്റ്. ഈ ഐ ഫോർ റിസംബ്ലൻസസ് ഈസ് എ ഗിഫ്റ്റ് ദാറ്റ് സം പീപ്പിൾ ഹാവ് ബട്ട് അതേഴ്സ് ഡസൻറ്റ് ഹാവ് എന്നാണ് മുന്നുണ്ടായിരുന്ന കൺസെപ്റ്റ്. റിച്ചാർഡ്സ് ഇതിനെ ഡിസഗ്രി ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ മെറ്റഫർ ഇതാക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ an eye for resemblances എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡിഗ്രിയിലാണ് വ്യത്യാസം, എത്രത്തോളം ഉണ്ടെന്നുള്ളതിൽ ഡിഗ്രിയിലാണ് വ്യത്യാസം. അത് മാറ്റിയെടുക്കാൻ ഓരോ ഇതുപയോഗിച്ച് ആ ഒരു ഡിഫറൻസ് മാറ്റിയെടുക്കാനും പറ്റും എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ സെക്കൻഡ് അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എല്ലാ കാര്യവും പഠിപ്പിക്കാൻ പറ്റും, പക്ഷേ ഈ മെറ്റഫർ ഇതാക്കാനുള്ള കഴിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല എന്നാണ് രണ്ടാമത്തെ അസംഷൻ. അതിനെയും ഈ റിച്ചാർഡ്സ് ഡിസഗ്രി ചെയ്തിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം പഠിക്കും, അതുപോലെ തന്നെ ഈ മെറ്റഫർ തിയറിയും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മെറ്റഫർ എന്നുള്ള കാര്യം പഠിക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ അസംഷനാണ് റിച്ചാർഡ്സ് പറയുന്നത് വേഴ്സ്റ്റ് അസംഷൻ. അതായത് മെറ്റഫർ എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യലാണ്, അല്ലെങ്കിൽ ലാംഗ്വേജിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറയുന്നത്. അയാൾ പറയണത് അങ്ങനെയല്ല, എല്ലാ ലാംഗ്വേജസിലും ഇത് വളരെ ഫെമിലിയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മെറ്റഫർ എന്നുള്ളതാണ് റിച്ചാർഡ്സ് പറയുന്നത്. പിന്നെ ഇയാൾ മെറ്റഫറിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് മെറ്റഫർ എന്ന് പറയുന്നത് ജസ്റ്റ് എ കമ്പാരിസൺ ബിറ്റ്വീൻ 2 തിങ്സ് accomplished by carrying over of a word from its normal use to a new use. അതായത് ഒരു കാര്യത്തിന് മറ്റൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ മെറ്റഫർ എന്ന് പറയുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രേസിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് 2 ഐഡിയാസ് വരും. അതായത് ഇപ്പോൾ ഉപമ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും കമ്പാരിസൺ നടത്തണം, അതിൻ്റെ പോലെ ഉണ്ട് ഇത് എന്ന്. പക്ഷേ ഇത് മെറ്റഫർ അങ്ങനെയല്ല. മെറ്റഫർ എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ രൂപകം എന്ന് പറയുന്ന സംഭവം, അതായത് ഇപ്പോൾ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്നുള്ളത് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഇതിൽ പറഞ്ഞ പോലെ, അതിനകത്ത് വേൾഡ് സ്റ്റേജ് ആണെന്ന് ആണ് പറയുന്നത്. അതാണ് ഈ മെറ്റഫർ എന്നുള്ള സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതായത് ഇപ്പോൾ ഒരു വേർഡിൻ്റെ 2 യൂസസ് നമ്മൾ ഒന്നായിട്ട് പറയണം. ഇപ്പോൾ ആ ഒരു കാര്യം വേറൊരു കാര്യമാണ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ പറയുന്നത് പിന്നെ അതിന് എക്സാമ്പിൾസൊക്കെ പറയുന്നത്. പിന്നെ ഇയാൾ ഡിഫൈൻ ചെയ്യണത്, അതായത് റിച്ചാർഡ്സ് പറയണത് മെറ്റഫർ എന്ന് പറയുന്നത്
എന്താ ഓർണമെൻറ്റോ അല്ലെങ്കിൽ എംബലിഷ്മെൻറ്റോ ഒന്നുമല്ല. അത് ജസ്റ്റ് ഒരു ഗ്രേസ് അല്ലെങ്കിൽ ഒരു ആഡഡ് പവർ ഓഫ് ലാംഗ്വേജ് ആണ് മെറ്റഫർ എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ 2 ടൈപ്പ് ഓഫ് മെറ്റഫർ പറയുന്നുണ്ട്, സെൻസ് മെറ്റഫറും ഇമോട്ടീവ് മെറ്റഫറും. സെൻസ് മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സിമിലാരിറ്റി വരുന്നത് സെൻസേഷനിലും പിന്നത്തേൽ സിമിലാരിറ്റി വരുന്നത് ഫീലിങ്സിലും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വേൾഡ് എന്നുള്ള കാര്യം അതുപോലെ സ്റ്റേജ് എന്നുള്ള കാര്യം തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ആ 2 ഒബ്ജക്ട്സ് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറയാണ് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് വന്നിട്ട് ചന്ത പോലെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, എന്താ ഇതൊരു ശരിക്കൊരു ചന്തയാണെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ആ ചന്തയിലിരിക്കുന്ന പോലത്തെ ഫീലിംഗ് ഇവിടെ കിട്ടുന്നത് കൊണ്ടാണ്. ആ സിറ്റുവേഷനിലും പുതിയ സിറ്റുവേഷനിലും ഉള്ള ഫീലിംഗ് സെയിം ആയിരിക്കും. അതാണ് ഇമോട്ടീവ് മെറ്റഫർ. പിന്നെ പറയണത് ഇപ്പോൾ ഒരേ വേർഡ് തന്നെ സെൻസ് മെറ്റഫറായിട്ടും ഇമോട്ടീവ് മെറ്റഫറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആളെ എന്താ എന്തെങ്കിലും ഇപ്പോൾ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ സ്വൈൻ എന്ന് വിളിക്കുകയാണ്. സ്വൈൻ എന്ന് വെച്ചാൽ പന്നി എന്നാണ് അർത്ഥം വരുന്നത്. അതിന് 2 മീനിങ് വരും അവിടെ. ഇപ്പോൾ മേ ബി അയാൾ ഫിസിക്കലി നമ്മൾ അങ്ങനെ ഒരു പിഗിനെ റിസംബിൾ ചെയ്യണതുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു എന്താ ഇറിറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ അയാളെ വിളിക്കണതായിരിക്കാം. അങ്ങനെ 2 ടൈപ്പിൽ അതെടുക്കാൻ പറ്റും. പന്നികളോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ അത് ആളോട് കാണിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണതാവാം. അങ്ങനെ ഒരു വേർഡിന് തന്നെ 2 മീനിങ്ങും വരാം. ഇതിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിളാണ്, പക്ഷേ ഇത് ചെറുതായിട്ട് മിസ്ലീഡിങ് ആണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് ഇതിലെടുത്താലും ഇപ്പോൾ സെൻസ് മെറ്റഫറായിട്ടും ഇമോട്ടീവ് മെറ്റഫറായിട്ട് എടുത്താലും 2ലും ഇമോഷൻസ് അവിടെ ഉണ്ടാകും. ഇപ്പോൾ നമ്മളയാളെ ഫിസിക്കലി അങ്ങനെ വിളിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം കാണിക്കാൻ വിളിച്ചാലും അവിടെ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ എന്തായാലും. അല്ലെങ്കിൽ ആ ഒരു വിളിക്കുന്ന കാര്യം ആ ഒരു മെറ്റഫർ അവിടെ ഇമോഷൻസ് എന്തായാലും ഇവോക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് ഇമോട്ടീവ് തന്നെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പം എന്താ ഇമോട്ടീവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവോക്ക് ചെയ്യുന്നതായിരിക്കും. അത് മെറ്റഫറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. പിന്നെ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ മെറ്റഫർ എന്ന് പറയുന്നത് പോയറ്റിന് ഒരു അസറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇമോഷൻസ് ഇവോക്ക് ചെയ്യും. പിന്നെ പറയുന്ന ഒരു കാര്യം വെഹിക്കിൾ ആൻഡ് ടെനർ എന്നുള്ള സംഭവമാണ്. അത് ആ 2 ടേംസും റിച്ചാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, ടെനർ ആൻഡ് വെഹിക്കിൾ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്നുള്ള സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ടെനർ എന്ന് പറയുന്നത് വേൾഡും വെഹിക്കിൾ എന്ന് പറയുന്നത് സ്റ്റേജുമാണ്. അതായത് എന്തിനാണോ നമ്മൾ ഇനീഷ്യലി പറയുന്ന വേർഡ് ഏതാണോ അതാണ് ടെനർ. എന്ത് കാര്യത്തിനോടാണോ നമ്മൾ അതിനെ കമ്പയർ ചെയ്യണത് അല്ലെങ്കിൽ അത് ഇന്നതാണ് എന്ന് പറയുന്നത് ആ ചെയ്യുന്ന കാര്യം ആണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ റിച്ചാർഡ്സ് പറയുന്നത് വെച്ചാൽ എന്ന് വെച്ചിട്ട് ഈ മെയിൻ സബ്ജക്റ്റ് ടെനർ എന്ന് പറയുന്നത് സെൻട്രലായിട്ടുള്ള കാര്യവും മറ്റേത് പെരിഫറലാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, 2നും ഇമ്പോർട്ടൻസ് ഉണ്ട്. 18th century നോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഈ ടെനറാണ് സെൻട്രൽ, മറ്റേ വെഹിക്കിൾ പെരിഫറലാണ്. അങ്ങനെയല്ല റിച്ചാർഡ്സ് ഉദ്ദേശിക്കുന്നത്. മെറ്റഫറിൻ്റെ എഫക്റ്റീവ് ആണോ എന്നുള്ളതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ടെനറും വെഹിക്കിളും, അതായത് 2 ഒബ്ജക്ട്സിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ആ 2 ഒബ്ജക്ട്സും തമ്മിലുള്ള റിസംബ്ലൻസ് ആണോ അതോ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണോ അതോ ഇത് 2ഉം ആണോ ഇതിൻ്റെ എഫക്റ്റ് നിശ്ചയിക്കുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ പറയണത് ഈ ടെനറും വെഹിക്കിളും തമ്മിൽ ഒരുപാട് പോയിൻറ്റ്സ് ഓഫ് റിസംബ്ലൻസ് ഉണ്ട്. ഇപ്പോൾ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ വേൾഡും ഒരു സ്റ്റേജും തമ്മിൽ കുറേ കാര്യത്തിൽ റിസംബ്ലൻസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറക്കുകയാണോ ചെയ്യുക അതോ കൂട്ടുകയാണോ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ മെയിനായിട്ട് ഇതിൽ പറയണം.